ഹായ്, വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികളെ, നമ്മളൊക്കെ കാത്തിരിക്കുന്ന NCERT എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. CUT എക്സാമിൻ്റെ അപ്ലിക്കേഷൻ വന്നു, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, നമ്മളതൊക്കെ പൂട്ടിവെച്ചു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട CUTയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കോഴ്സാണ് NCERT എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ITEP. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രിയും കൂടെ BEdും ഒരുമിച്ച് ലഭിക്കുന്ന, മാത്രമല്ല എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇനി വരാനിരിക്കുന്ന നമ്മുടെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം NCERT എക്സാം എഴുതി ITEP പഠിച്ചാൽ ലഭിക്കുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ നിങ്ങൾക്ക് വലിയ സാധ്യതകൾ ലഭിക്കുന്ന ഒരു കോഴ്സാണ് NCERT എക്സാം. മാത്രമല്ല ഇതിൻ്റെ ഓരോ വർഷവും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ആദ്യഘട്ടത്തിൽ 10,000 പേര് മാത്രമായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ അടുത്ത വർഷമായപ്പോഴും അത് 20,000 ആളുകൾ, തൊട്ടടുത്ത വർഷം 40,000-ലധികം ആളുകൾ, 50,000. ഈ വർഷം 1,00,000-അടുത്ത് വരെ നമുക്ക് അപ്ലിക്കേഷൻ പ്രതീക്ഷിക്കാം. മാത്രമല്ല ചിലപ്പോൾ ആളുകൾ ഈ കോഴ്സിലേക്ക് കൂടുതലായി വരുന്നത് കൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ ബോർഡ് എക്സാമിൻ്റെ തിരക്കിലായിരിക്കും. പക്ഷേ ഇന്ന്, അതായത് ഫെബ്രുവരി 12-ാം തീയതിയാണ് NCERT എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് ചില മിസ്റ്റേക്കുകൾ വരുത്തിയത് കൊണ്ട് അഡ്മിഷനെ ബാധിച്ച ഒരുപാട് വിദ്യാർത്ഥികളുടെ കഥകൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് 11-നാണ്. അതായത് മാർച്ച് 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതായത് മാർച്ച് 10-ന് നമ്മുടെ ഇതിൻ്റെ ഡേറ്റ് അവസാനിക്കും. മാർച്ച് 11-ന് ലാസ്റ്റ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഫീ അടയ്ക്കാനുള്ള, അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. അതിന് മുമ്പ് ഫീ അടയ്ക്കണം 11-ന് മുമ്പ്. എന്നാൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് മാർച്ച് 10-ആണ് കേട്ടോ. അപ്പോൾ ഒരു മാസത്തിനടുത്ത് മാത്രമേ നമുക്ക് സമയമുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പോവേണ്ടതില്ല. നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ NCERTൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് എക്സാം എഴുതാം. മാത്രമല്ല 13ഓളം മീഡിയത്തിൽ, അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഈ എക്സാം എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക എന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. 13 ലാംഗ്വേജുകളിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. നിങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ആയിരുന്നില്ല, അതൊന്ന് മാറ്റണം എന്നൊക്കെ തോന്നിയാൽ ആ സമയത്ത് ആ കറക്ഷൻ ഡേറ്റിൽ ഒരു വിൻഡോ, നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഉണ്ടാവും. അതിൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അടുത്തത് സിറ്റി, നിങ്ങളുടെ എക്സാം എഴുതുന്ന സിറ്റി എവിടെയാണെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതാണ്. അതിൻ്റെ മാത്രമല്ല എക്സാമിൻ്റെ ഡേറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഏപ്രിൽ 17-നാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ ഷെഡ്യൂളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമല്ലോ, അതനുസരിച്ച് നമ്മുടെ എക്സാം ഡേറ്റിലും മാറ്റം വരുന്നു. ഏതായാലും നിലവിലുള്ള ഇത് പ്രകാരം നമുക്ക് ഏപ്രിൽ 17-ന് തന്നെ എക്സാം, അതായത് CUT എക്സാമിന് മുമ്പ് തന്നെ NCERT എക്സാമിൻ്റെ എക്സാം നടക്കും. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ ഇതിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യണ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത, NCERT എക്സാമിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ CUT എക്സാമിന് ഇന്ത്യയിലെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, കഴിഞ്ഞ CUT ചില ആളുകൾ അപ്ലൈ ചെയ്യാനും പറ്റിയിട്ടില്ല, എന്നാൽ അവർക്കൊക്കെയുള്ള ഒരു അവസരമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലെ പ്രശസ്തമായ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IIT, NIT, അതുപോലെ തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ RIE തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഇതിലൂടെ അഡ്മിഷൻ ലഭിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് NIT-യിലും IIT-യിലൊക്കെ ഒരു ഒന്നും എഴുതാതെ തന്നെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ മികച്ച ഒരു അവസരമാണ് NCERT എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ NIT-യിൽ നിന്നോ IIT-യിൽ നിന്നോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്
കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഐറ്റപ്പ് എന്ന കോഴ്സിൻ്റെ ആ പ്രാധാന്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. പുതിയ NEP പ്രകാരം വളരെ സാധ്യതകളുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് അത്തരം ക്യാമ്പസുകളിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പോഷർ അത് ചില്ലറയല്ല. കാരണം അവിടെ നിന്ന് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ലോകത്ത് സ്കിൽ ബേസ്ഡ് ആയിട്ട് ജോലി ലഭിക്കുന്ന ലോകത്ത് നിങ്ങൾക്ക് അത്രയും കാലിബറായ മറ്റുള്ളവരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഫീൽഡിൽ ഏറ്റവും മികച്ച ആളുകളായി മാറാൻ പറ്റുന്ന ഒരു അവസരം NCT എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇനി നിങ്ങളോട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ NCT എക്സാമിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും മികച്ച പ്രീമിയം കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള എഡ്യൂബിൾസ് ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനൊരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ BA B.Ed, BCom B.Ed, BSc B.Ed ഈ 3 സ്ട്രീമിലേക്കുമുള്ള കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഓരോ NCTക്ക് വേണ്ടിയിട്ടുള്ള ഓരോ നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ജനറൽ പേപ്പറിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, ഇതിലൊക്കെയുള്ള ഓരോ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഫസ്റ്റ് നമുക്കറിയാം ഈ നമ്മുടെ ഹ്യൂമാനിറ്റീസിൽ കൊടുക്കുന്ന ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, ജനറൽ ടെസ്റ്റ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലേണിംഗ് ആപ്പ് ഉണ്ടാവും, റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കും, പേഴ്സണലൈസ്ഡ് മെൻറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്, അതുപോലെ മോക്ക് ടെസ്റ്റ് സീരീസ്. ഒരുപാട് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അഫോർഡബിൾ ആയ പ്രൈസിന് നിങ്ങൾക്കിത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ബാച്ചുകാർ അവരുടെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ജനറൽ ടെസ്റ്റ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കൊമേഴ്സ് അവർക്ക് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ജനറൽ ടെസ്റ്റ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇവയെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. സോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ കൂടെ NCT എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.